വെൽക്കം ടു മൈ ചാനൽ. സോ നെക്സ്റ്റ് ഡേ ആയി, പുലർച്ചെ ഞാൻ രാവിലെ എണ്ണീറ്റു. സോ ഇറ്റ് വാസ് സോ നൈസ് ടു സീ ഫ്രം നമ്മുടെ ആ ഒരു കോട്ടേജിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആ സൺറൈസൊക്കെ കാണാൻ. അങ്ങനെ ഞാനും കുഞ്ഞിനും മാത്രമേ ഉണർന്നിട്ടുള്ളായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ ഞങ്ങൾ വിചാരിച്ചു ശരി അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിരാവിലെ സമയം. സി ലുക്ക് അറ്റ് ദി സൺ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. അങ്ങനെ ഞാനും കുഞ്ഞിനും മാത്രം പുറത്തേക്ക് പോയിട്ട് ആ ഊഞ്ഞാലിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവരൊക്കെ നല്ല ഉറക്കമാണ്. ശരി, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതി ഞങ്ങൾ ആ ഊഞ്ഞാലിൻ്റെ സൈഡിലേക്ക് പോയി. അങ്ങനെ ഞാൻ ആ ഊഞ്ഞാലിലിരുന്നു. കുഞ്ഞിനോട് പറഞ്ഞു, എൻ്റെ വീഡിയോ ഒന്ന് എടുക്കുമെന്ന്. എടുത്തുകൊണ്ടിരിക്കുമ്പം ശ്രുതി അവിടെ നിന്ന് നടന്നു വരുന്നു. സോ ഐ ടോൾഡ് ഹർ കം ഓൺ, നീയും ജോയിൻ ചെയ്യാൻ. അങ്ങനെ കുഞ്ഞനാണ് ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും എണ്ണീറ്റു, പല്ലൊക്കെ തേച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അവിടെ വന്നിട്ട് കോംപ്ലിമെൻ്ററി ആണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ യു ക്യാൻ സീ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാല് തൊട്ട് ജ്യൂസ്, മുട്ട, ബ്രെഡ്, അങ്ങനെ എല്ലാം, സാൻഡ്വിച്ചൊക്കെ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡറും ചെയ്യാം കേട്ടോ, ഇഡ്ഡലി അങ്ങനെയുള്ള സംഭവങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവാൻ തുടങ്ങുകയാണ് ഗൈസ്. അവിടുന്ന് ഞങ്ങൾ ഒക്കെ റെഡിയായിട്ട് ഞങ്ങൾ ഒക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു മോന് വിശക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ. വീണ്ടും അവൻ അപ്പം ശരിക്കും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ പെയിൻറ്റിങ്സൊക്കെ ഒന്ന് നോക്കുന്നത്. സോ ഇതൊക്കെ അവർ സെയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. ആൻഡ് ഈച്ച് പെയിൻറ്റിങ് കോസ്റ്റ് അറൗണ്ട് ലൈക്ക് 12,000. ഡിഫറെൻറ്റ് റേഞ്ചാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാനതൊക്കെ കണ്ട് ശരി ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, അങ്ങനെ അതിങ്ങനെ എടുത്തു. അപ്പം ഇതിൻ്റെയൊക്കെ കോസ്റ്റ് കണ്ടില്ലേ, 8,000 റുപ്പീസാണ്. പക്ഷേ അതിന് വേർത്താണ് കേട്ടോ ആ ഒരു സംഭവം. ഇത് കണ്ടില്ലേ, ഇറ്റ് ഈസ് അറൗണ്ട് 4,000. പിന്നെയാണ് ഞാൻ കണ്ടത് ദ പെയിൻറ്റിങ് ഇസ് ഫോർ സെയിൽ, വി ഷുഡ് നോട്ട് ടേക്ക് ദ വീഡിയോ. അങ്ങനെ അവിടെ നിന്ന് പാക്കപ്പും പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. അപ്പം ഡോം റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നെക്സ്റ്റ് എവിടേക്കെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചു. അത് ഭയങ്കര ഷോർട്ടായിപ്പോയി. അപ്പോൾ വി തോട്ട് ഓക്കെ ലെറ്റ്സ് ഗോ സംവെയർ എൽസ്. അങ്ങനെയാണ് ശ്രുതിയുടെ ഹസ്ബൻഡ് പറഞ്ഞത് ട്രീ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റേഴ്സ് അങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി ലെറ്റ്സ് ഗോ ടു ദാറ്റ് ഏരിയ. അച്ചുവാണ് വണ്ടി എടുത്തത്. സോ പാർക്കിങ്ങിൻ്റെ എവിടെ നിന്നൊക്കെ അച്ചുവാണ് ട്രൈ ചെയ്യുന്നത്. അവൻ മോശമില്ലാതെ ഓടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അവളുടെ പോട്രിയൊക്കെ എടുത്തുകൊണ്ട് വന്നു, ഇന്നലെ റെഡിയാക്കിയത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ യാത്രയായി. ശ്രുതി അവരുടെ കാറിൻ്റെ പുറകിന് നമ്മളും അവരെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഈ പ്രാവശ്യം ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ലെറ്റ്സ് ഫോളോ ശ്രുതി ആൻഡ് ഹർ ഹസ്ബൻഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവാണ് ഗൈസ്. അപ്പോൾ ആ ഏരിയയും അടിപൊളിയാട്ടോ, നമ്മൾ ആ പോകുന്ന സ്ഥലം. സോ ഇവിടെ നിന്ന് നമ്മൾ ടാറ്റ പറഞ്ഞ് പോവാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫാമിലി സഹിതം വന്ന് സ്റ്റേ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഡോം റിട്രീറ്റ്. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഇവിടുത്തെ ഏരിയയും വളരെ ബ്യൂട്ടിഫുള്ളാണ്. നോ പൊല്യൂഷൻ, വളരെ ഒരു നാടിൻ്റെ പ്രതീകമാണ്. ഫുള്ള് പച്ചപ്പും ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ശ്രുതിനെ ഫോളോ ചെയ്ത് പോവാണ്. ഇവിടുത്തെ ഏരിയ കണ്ടില്ല, ഒരുപാട് ട്രീസും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഒരു നല്ല പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ലോങ് ഡ്രൈവിന് പോകാനും നല്ല രസമാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ എല്ലാവരും ഡു വിസിറ്റ് ദിസ് പ്ലേസ്. ഇറ്റ്സ് റിയലി ഒരു നല്ലൊരു സ്റ്റേക്കേഷൻ ആട്ടോ. ഒരു നമ്മുടെ സിറ്റി സൈഡിൽ നിന്നൊക്കെ മാറി നല്ലൊരു സ്ഥലം. കണ്ടില്ലേ ഇവിടെ ഇത് കണ്ടില്ലേ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലേക്ക്. ആ ഏരിയയും നല്ല രസമാണ്. അപ്പം ഞങ്ങളത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഈ ഏരിയ ആക്ച്വലി ഞങ്ങൾ വീണ്ടും വന്ന ഒരു ഓർമ്മ. പിന്നീടാണ് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ സെക്കൻഡ് ടൈമിലേക്ക്, അതായത് ഞങ്ങളുടെ റൂട്ട് തെറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ ശ്രുതിനെ വിളിച്ച് ചോദിച്ചു, ശ്രുതി ഇതെവിടാ സ്ഥലം? പിന്നെ
അവർക്ക് റൂട്ട് തെറ്റി. പിന്നീട് വട്ടം ചുറ്റിയിട്ടാണ് ഞങ്ങൾ ഈ ട്രീ പാർക്കിലേക്ക് എത്തിയത്. അപ്പോൾ ഗൂഗിളിനെയും വിശ്വസിക്കാൻ പറ്റില്ല, ശ്രുതിനെയും വിശ്വസിക്കാൻ പറ്റിയില്ല. ഫൈനലി വി ഹാവ് റീച്ച് ദ ട്രീ പാർക്ക്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ എന്തോ എൻട്രി പാസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഇരിക്കുന്ന ചേട്ടൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. നീ ഹോഗ് ബിഡ് ബന്നി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ആ പാർക്കിലേക്ക് അങ്ങ് കയറി. അങ്ങനെ ഞങ്ങൾ നടന്നു തുടങ്ങി. വളരെ രസകരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് നമ്മുടെ നാട് പോലെ കുറേ മരങ്ങളും, അതായത് നമ്മുടെ നാട്ടിലെ പാങ്ങാപ്പഴം, അതായത് കാഷ്യൂവിൻ്റെ ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ആ ഒരു കാഷ്യൂനട്ട് ട്രീ ഒക്കെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഉള്ളിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കാണ് അവിടെ ഒരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതും അകത്ത് ചെന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് അവിടെ കളിക്കാൻ, അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ചിക്കു അവിടെ സാഹസങ്ങൾ കാണിക്കാൻ റെഡി. എൻ്റെ മോൻ ഓൾറെഡി സാഹസം തുടങ്ങി, അവിടെ ഓരോന്ന് വലിച്ച് ചാടി. അങ്ങനെ അമ്മണി ഭയങ്കര ഊഞ്ഞാലാട്ടാണ്. ഇവിടെയൊക്കെ കുഞ്ഞിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. സ്ലൈഡൊക്കെ ചെയ്ത് ചിക്കു അങ്ങനെ. ഇവിടെ ഒരു ചെറിയ 2 കുട്ടികളെ കാണാം. അവർ സീസോ കളിക്കുകയാണ് ഗൈസ്, കണ്ടോ. അവിടെ നമുക്കൊരു ഗെയിം കളിക്കാം. അത് ഗെസ് ദ വേർഡാണ്. ഞങ്ങൾ 2-3 ക്ലൂ പറയും, നിങ്ങളത് ഗെസ് ചെയ്തിട്ട് പറയണം. ഓക്കെ, അതാണ് ചാലഞ്ച്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഞാൻ പറയാം അത് എന്താണെന്ന്, അതിൻ്റെ ക്ലൂ പറയും, നിങ്ങൾ അതെന്ത് ഇതാണെന്ന് പറയണം. ഓക്കെ, എനിക്കത് 2 ഉണ്ട്. ഇനി അടുത്തൊരു ക്ലൂ പറ ചേട്ടാ. എനിക്കത് 2 ഉണ്ട്. ചെറുതാണ്. ചേട്ടനത് ചെറുതാണ്. മുടിയുണ്ട്. എനിക്കതിൽ മുടിയുണ്ട്. അത് പറയല്ലേ, പറ. അയ്യേ, ഇവരെന്താ ഇങ്ങനെ. ഒരു ഗെയിമാണ് ടെലിപതി. നിങ്ങൾ 2 പേരുടെയും എങ്ങനെ വർക്ക് ആവുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വേർഡ് ബ്രെയിൻ. 1 2 3. ഞാൻ ബ്രെയിനാ പറഞ്ഞ, റെയിൻ അല്ല. ഓക്കെ, വൺസ് അഗൈൻ. ടൂൾ. 1 2 3. വെരി ഗുഡ്. അടുത്ത വേർഡ് ബ്ലൂ. 1 2 3. കിട്ടിയില്ല. അടുത്ത വേർഡ് ഐ. 1 2 3. 2 വേറെയാണ് പറഞ്ഞത്. ഒരേ മാത്രം ഇവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ഗെയിം ശരിക്കും കളിച്ചില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഹെർബൽ ഗാർഡനൊക്കെ കണ്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു പ്ലേ ഏരിയയിലേക്ക് പോയി. അവിടെ കുഞ്ഞൂട്ടനാണെങ്കിൽ ആ ഒരു മുകളിലേക്ക് വലിഞ്ഞു കയറാൻ നോക്കുകയാണ്. ഇവരൊക്കെ ഓൾറെഡി അവിടെ കയറി. പക്ഷേ കുഞ്ഞിന് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവനെ മുകളിലേക്ക് ഞങ്ങൾ കയറ്റി. പക്ഷേ ഇതെങ്ങനെ തിരിച്ചിറങ്ങുമെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നിസ്സാരമായിട്ട് മുകളിലേക്ക് കയറി. പക്ഷേ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊന്നും കയറിയില്ല. ഇവിടെ കാണാം നമുക്ക്. ശ്രുതിയുടെ ഹസ്ബൻഡ് അവിടെ സാഹസങ്ങൾ കാണിക്കാൻ തുടങ്ങി. ആൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ ചുവടുകൾ വെക്കുന്നത്. ഗൈസ്, എൻ്റെ ദൈവമേ, നോക്കി നടക്കൂ ചേട്ടാ. അതും പോരാത്തതിന് കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചുകൊണ്ട് ആൾക്ക് സത്യം പറഞ്ഞാൽ സ്റ്റെപ്പ് എവിടെയാണെന്ന് അറിയുന്നില്ല. ഇവിടെ അടുത്ത ആൾ വീണ്ടും തുടങ്ങി. 2 പേരും മത്സരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത്. തലയും കുത്തി വീഴാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ അമ്മേ, ഈശ്വരാ, ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത്. അവസാനം എങ്ങനെയൊക്കെയോ കുഞ്ഞിനെ നമ്മൾ ഇറക്കി. അവൻ കരഞ്ഞു തുടങ്ങി. അവന് പേടിയാണ് അവിടെ ഇരിക്കാനെന്ന്. അടുത്തൊരു പേടിയുള്ള ആളെ ഞങ്ങൾ കാണിച്ചു തരാം. അവനെ കയറിയ സ്പീഡിൽ തിരിച്ചിറങ്ങാൻ പറ്റണില്ല. സോ ആൾ കാണുന്ന പോലൊന്നുമല്ല, വളരെ പേടിത്തോടെയാണ്. ഇതാ കണ്ടില്ലേ, അവസാനം അവൻ ഓരോ ചുവട് വയ്ക്കുമ്പോഴും പേടിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളത് മുതലെടുത്തു. ഞങ്ങൾ പറഞ്ഞു, അച്ചു നീ അവിടെ വെക്കരുത്, കാൽ ഇവിടെ വെക്കരുത് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് അവനെ താഴെ ഇറക്കുന്നത്. പക്ഷേ ഹി വാസ് സ്കേർഡ്.
അത് ഞങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അവൻ ഓരോ ചൂട് വെക്കുമ്പോൾ ദെൻ വീട്ടിൽ അയ്യോ അവിടെ വെക്കല്ലേ കാല്, അപ്പോഴത്തേക്ക് അവൻ കാല് അവിടെ നിന്ന് മാറ്റും. അങ്ങനെയുള്ള ഇത് കാരണം അങ്ങനെ ഫൈനലി എങ്ങനെയൊക്കെയോ അവൻ ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഉള്ളിലേക്ക് ആ പാർക്കിൻ്റെ അകത്തുനിന്ന് വീണ്ടും ഇതൊരു ഭയങ്കര ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളും. അപ്പോൾ എവിടോട്ടാണ് എത്തുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. നമ്മളപ്പം ശ്രുതിയുടെ ഹസ്ബൻഡ് ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം. അപ്പം അദ്ദേഹം പോകുന്ന ആ വഴി കൂടെ ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്യുകയാണ്. അപ്പോഴാണ് മഹേശ്വരൻ പറഞ്ഞ് ഈ സ്ഥലമൊക്കെ ഓർമ്മ വരുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. അങ്ങനെ ഇതാ കണ്ടില്ലേ ചാടിത്തുള്ളി ഓരോ പാട്ടൊക്കെ പാടി ആളവിടെ ആളുടെ ബാല്യകാലമൊക്കെ ഓർക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്. പക്ഷെ ആ പാട്ട് എനിക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റും. ദൂരക്കിഴ കൊതിച്ചു എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ആൾ പറഞ്ഞ് നീ ഇങ്ങനെ എടുക്കുക, ആ ഒരു വ്യൂവിലെടുക്കുക. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ സ്ഥലം കണ്ട് സോ ബ്യൂട്ടിഫുൾ. എന്ത് രസമാണെന്നറിയോ അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്ന വഴിയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളും പ്ലീസ് ഡു വിസിറ്റ് ദിസ് പ്ലേസ്. ഇവിടെ നല്ല രസമാണ് എക്സ്പ്ലോർ ചെയ്യാൻ. കുട്ടികളെയും കൊണ്ടും ഒക്കെ വരാം. നല്ല ഒരു എന്താ പറയുന്ന ഒരു ശാന്തസുന്ദരമായ പ്ലേസ് എന്ന് പറയാം. ഒരു ഒച്ചപ്പാടോ ഒന്നുമില്ല. ആൻഡ് തിരിച്ച് നടന്നപ്പോൾ ഞങ്ങൾ 2 കുരങ്ങന്മാരെ കണ്ടില്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ട്രീ പാർക്കുന്നു. വിശന്ന് തുടങ്ങി. അവസാനം ഞങ്ങളൊരു ഹോട്ടൽ തപ്പി ഇറങ്ങി. അങ്ങനെ ഈ ഒരു ഹോട്ടലിലേക്കാണ് ഞങ്ങൾ കയറിയ അമരാവതി. അപ്പം ഇവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളുടെ ലഞ്ചിന് ഞങ്ങൾ പിന്നെ എന്ത് കഴിക്കുമെന്നുള്ള ഒരു ഇതിലാണ്. എല്ലാവരും വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പിന്നെ മെനു ഒക്കെ നോക്കിയൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങളുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഹേഷേട്ടൻ പിന്നെ ആസ് യൂഷ്വൽ മീൽസ് തന്നെയായിരിക്കും ഓർഡർ ചെയ്തത്. ശ്രുതി അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ആദ്യം തന്നെ കുട്ടികൾക്ക് ഞങ്ങൾ 2 ഐസ്ക്രീം കൊടുത്തു. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിശപ്പ്. അങ്ങനെ അവർ വാനില ഐസ്ക്രീമൊക്കെ കഴിച്ച്. മഹേഷേട്ടൻ ഞാൻ പറഞ്ഞില്ലേ മീൽസാണ് എവിടെ പോയാലും ഇറ്റ്സ് എ സൗത്ത് ഇന്ത്യൻ മീൽ. പിന്നെ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഇതുണ്ട്, എന്താ അതിന് പറയുന്നത്, തന്തൂരി ചിക്കൻ. ഇറ്റ്സ് സോ ടേസ്റ്റി ഗൈസ്, ഇറ്റ്സ് സോ യമ്മി. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അതൊക്കെ കഴിച്ച് വയറൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഫുഡില്ലാതെ എന്താഘോഷം. അങ്ങനെ അതെല്ലാം കഴിച്ച് ലാസ്റ്റ് ഞങ്ങൾ പതിവ് പോലെ ജ്യൂസൊക്കെ കഴിച്ചു. പിന്നെ ഐസ്ക്രീമും ലാസ്റ്റ് അതും കഴിച്ചിട്ട് ഞങ്ങളുടെ ലഞ്ചൊക്കെ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ വീണ്ടും അടുത്ത ഒരു സ്ഥലവുമായി ഞങ്ങൾ വീണ്ടും സന്ധിക്കും വരെ ബൈ, സീ യു ഗൈസ്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. ബൈ ഗൈസ്.